അമ്മേ നാരായണ. ചോറ്റാനിക്കര അമ്മയുടെ വിഗ്രഹം ആദ്യമായി കണ്ടെത്തിയത് ശ്രീകോവിലല്ലായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അമ്മയുടെ ദിവ്യ സാന്നിധ്യം ആദ്യമായി തെളിഞ്ഞ ആ പുണ്യസ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് 100 Days 100 Stories ഓഫ് ചോറ്റാനിക്കര അമ്മ എപ്പിസോഡ് 11. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുതേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചോറ്റാനിക്കര അമ്മയുടെ വിഗ്രഹം ആദ്യമായി കണ്ടെത്തിയ സ്ഥലമാണ് ദേവിയുടെ ശ്രീമൂലസ്ഥാനമായി ആരാധിക്കുന്ന പവിഴമല്ലിത്തറ. ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ കണ്ണപ്പന് ലക്ഷ്മി നാരായണ ദർശനം ലഭിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകളായി ഇവിടെ ഒരു പവിഴമല്ലി മരം വളരുന്നുണ്ട്. കണ്ണപ്പന്റെ പശുത്തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമായിരുന്നു പവിഴമല്ലിത്തറയെന്നും പിന്നീട് ലക്ഷ്മി നാരായണ സാന്നിധ്യം കണ്ടെത്തിയതോടെ അവിടെയുണ്ടായിരുന്ന വിഗ്രഹത്തിന് ചെറിയൊരു സ്ഥാനചലനം സംഭവിക്കുകയും കുറച്ചുകൂടി വടക്ക് കിഴക്കോട്ട് മാറി ഇന്ന് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തിയെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലിത്തറയിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ടെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇവിടെ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു കെടാവിളക്കും നമുക്ക് ദർശിക്കാം. ഈ വിളക്ക് തൊഴുത് അമ്മേ നാരായണ മന്ത്രം ഉരുവിട്ട് പവിഴമല്ലിത്തറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുമെന്നുമാണ് ഭക്തർ വിശ്വസിക്കുന്നത്. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ ലക്ഷ്മി ദേവിയുടെയും വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിന്റെയും അതിതീവ്ര സാന്നിധ്യം ഇവിടെ അനുഭവിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹത്തിനായി ഇവിടെ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം. പവിഴമല്ലിത്തറയ്ക്ക് സമീപമുള്ള ദേവസ്വം സ്റ്റോളിൽ നിന്ന് നെയ്വിളക്ക് ലഭിക്കും. നെയ് വാങ്ങി മൺവിളക്കിൽ കൊളുത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പവിഴമല്ലിത്തറയിലെ കെടാവിളക്കിൽ ഒരിക്കലും സ്പർശിക്കരുത്. ശ്രീമൂലസ്ഥാനമായതിനാൽ ഇവിടുത്തെ പവിത്രതയും ശുദ്ധിയും കാത്തു സൂക്ഷിക്കണം. ലക്ഷ്മി പ്രീതികരമായ നാമങ്ങൾ ജപിച്ച് നെയ്വിളക്ക് തെളിയിച്ച് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. ഇങ്ങനെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. അമ്മയുടെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ നിറയട്ടെ. അടുത്തൊരു പുണ്യകഥയുമായി വീണ്ടും കാണാം. അമ്മേ നാരായണ, ദേവി നാരായണ.